ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മുട്ട ബിരിയാണിയുടെ റെസിപ്പിയും കൊണ്ടാണ്. മുട്ട ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു സംശയം തോന്നില്ലേ, ഇത് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്നത്. നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഒക്കെ കഴിക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും തോന്നും. പക്ഷേ ഇത് കഴിച്ച് നോക്കിയാൽ നിങ്ങളുടെ സംശയമൊക്കെ തീർന്നു കിട്ടും. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് തിന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങാനാണ് വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര മുട്ടയുണ്ട് അതിനനുസരിച്ച് വെള്ളം വെക്കുക. മുട്ട നന്നായിട്ട് മുങ്ങണ രീതിയിലുള്ള വെള്ളം എടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഞാനൊരു 22 കാടമുട്ടയും വലിയ കോഴിമുട്ട 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമുക്കിത് മെല്ലെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. മെല്ലെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. മുട്ടയല്ല, പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇട്ടാൽ മതി. എന്നിട്ടൊരു 5 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് തോട് പൊടിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ഒരു 6 പച്ചമുളകും 2 പിടി പുതിനയിലയും കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നല്ല പ്യൂർ ഗീ തന്നെ കേട്ടോ ഒഴിക്കേണ്ടത്, നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ബേ ലീഫിൻ്റെ ഒരു പീസും അതുപോലെ തന്നെ പട്ടയുടെ ഒരു ചെറിയ 3 പീസും ഗ്രാമ്പു 3 എണ്ണം ഏലക്ക 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊന്ന് മൂക്കുന്ന സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിന്ന് വാടിക്കിട്ടാൻ നല്ലതാണ്, പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ ഞാൻ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലൊന്ന് വാടി കിട്ടണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ ഒന്ന് വഴറ്റണം. സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ജീരകശാല അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൈമ അരി, ജീരകശാലയുടെ കൈമ അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ബസ്മതി റൈസ് ആയാലും കുഴപ്പമില്ല. ഇനി അതുപോലെ തന്നെ നമ്മുടെ സാധാ പച്ചരി ഉണ്ടല്ലോ അതുകൊണ്ടായാലും തയ്യാറാക്കാം. ഈ ഒരു മെത്തേഡ് ചെയ്താൽ ഒന്നും ആവില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് ഈ അരി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. പിന്നെ ലോ ഫ്ലെയിമിലോട്ട് ആക്കാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പൊട്ടുന്നൊരു സ്മെല്ല് വരും, ഒരു സൗണ്ട് വരും. ആ സമയത്ത് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 7 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 1 ഗ്ലാസ് അരിക്കോ 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുത്താൽ മതി. അത് തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു അടുപ്പത്ത് തന്നെ സവാള വഴറ്റാൻ വെക്കുന്ന സമയത്ത് തന്നെ ഒരടുപ്പത്ത് വെള്ളമൊക്കെ അളന്നിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. നല്ല തിളച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിക്കാം. ഏറ്റവും ചെറിയ തീയിലാണ് വേവിക്കേണ്ടത്. ചെറിയ തീയിലിട്ടിട്ട് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിക്കാം. വെള്ളം വറ്റുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ മുട്ട ഒക്കെ തോടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. മസാല ഒക്കെ ഒന്ന് തേച്ച് വെക്കുന്നുണ്ട്. ഇത്തിരി വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. അപ്പം എന്നാലും മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുള്ളൂ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ ചോറൊന്ന് നോക്കുന്നുണ്ട്. ചോറിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ചെറിയ തീയിലായിരുന്നു ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിൽ കിടന്നിട്ട് ഈ ദമ്മ് കിടന്നിട്ട് ചോറ് വെന്തോളും. ഇനിയിപ്പം ചോറായി. ഇനിയിപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ മസാല തേച്ച് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്.
മുട്ട ഇതുപോലെ മസാല തേച്ച് ഫ്രൈ ചെയ്യാതെയും നമ്മൾ സാധാരണ ബിരിയാണി തയ്യാറാക്കാറുണ്ട്. പക്ഷെ അത് ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ഈ ഒരു രീതിയിൽ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. മുട്ട ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഇടിമുട്ടയൊക്കെ തയ്യാറാക്കുമല്ലോ അതുപോലെ തന്നെ. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് മതിയാവും. മുട്ട പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ മുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. 2-3 മിനിറ്റ് മതിയാവും ഇതിങ്ങനെ ആയി കിട്ടാൻ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കണം. കാരണം ഇതിൻ്റെ മസാലയൊക്കെ കരിഞ്ഞു പോവും. ഈ പാനിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ഇനി നമുക്ക് എല്ലാ മുട്ടയും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിൽ തന്നെ മസാല തയ്യാറാക്കാം. ആ വെളിച്ചെണ്ണ മാറ്റൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ആ മുട്ട ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്തിട്ടുണ്ടെന്ന് മാത്രം. ഇനി നമുക്കിതിലോട്ടൊരു 5 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ഉണ്ടെങ്കിലേ മസാല ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് കുറച്ച് കൂടുതലായിട്ട് ഉള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 5 ഗ്ലാസ് അരിക്ക് 5 സവാള എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം, സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 4 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളി കുറച്ചൊക്കെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഇത്ര മതിയാവും. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ പച്ചമുളകും മല്ലിച്ചപ്പും കൂടി ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 6 പച്ചമുളകും 2 പിടി മല്ലിയില ഉണ്ടായിരുന്നു, അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി. പച്ചമുളക് എരിവ് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് ചേർക്കട്ടെ. കുരുമുളക് പൊടി ചേർക്കുന്ന സമയത്ത് പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ കുരുമുളക് പൊടി അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. ഗരം മസാല പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി മല്ലിപ്പൊടി ഞാനൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെ മല്ലിപ്പൊടി ഇങ്ങനത്തെ പൊടികളൊക്കെയാണ് യൂസ് ചെയ്യാറ്. വീട്ടിലുണ്ടാക്കുന്ന സ്പൈസസ് മാത്രമേ വീട്ടിൽ യൂസ് ചെയ്യലുള്ളൂ. ഈ മസാല പൗഡറൊക്കെ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കാറ്. ഇനി നമുക്കതിൻ്റെ പച്ചമണന്ന് പോകുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചാൽ അതിൻ്റെ മസാലയുടെ മണമൊക്കെ ഫ്രഷായിട്ട് ഉള്ളിൽ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പുറത്തോട്ട് സ്മെല്ലൊക്കെ വരും. അപ്പോൾ ആ ബിരിയാണിയുടെ സ്മെല്ലൊന്നും നഷ്ടപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അടച്ചു വെക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി, മീഡിയം സൈസ് 2 തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 3 ചേർത്ത് കൊടുക്കാം, വലുതാണെങ്കിൽ 1 മതിയാകും. കൂടുതൽ തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ട ബിരിയാണിയാണല്ലോ, അപ്പോൾ കൂടുതലായിട്ട് തക്കാളി വേണ്ട. അപ്പോൾ നമുക്ക് ഇനി ഇത് തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അപ്പോൾ മസാല ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട പിന്നെ ഇനി വേവാനൊന്നുമില്ലല്ലോ, അപ്പോൾ നമുക്ക് മസാല നല്ലപോലെ വെന്ത് ഉടഞ്ഞതിന് ശേഷം മാത്രം മുട്ട ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഇനി നമുക്ക് ഇത് വേവാനൊന്നുമില്ല. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയാൽ മതി. മുട്ട ഒന്ന് പൊട്ടാതെ ശ്രദ്ധിക്കുക, ഉടയാതെയൊക്കെ ഒന്ന് നോക്കുക. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ, റൈസ് അവിടെ റെഡി ആയി നിൽക്കുകയാണ്. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചതായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദം ചെയ്യൂല, അതുപോലെ തന്നെ അത് കൂടുതൽ സമയം ദം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് അടുപ്പ് തന്നെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഞാൻ ദമ്മാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീരിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട്. 1 ചെറുനാരങ്ങയുടെ നീരാണ്. 2 ടേബിൾ സ്പൂൺ ഇട്ട വലിയ ചെറുനാരങ്ങയായിരുന്നു. അത് ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നല്ലതാണ്. റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. നല്ലൊരു പുളിരസം, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ റൈസിന്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം.
ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ദം ചെയ്തെടുക്കാൻ. ഒരു 5 മിനിറ്റ് മതിയാവും, പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാലും മതി. ഇനി നമുക്കിതിലോട്ട് മുകളിലോട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ സാധാരണ എല്ലാ ബിരിയാണിക്കും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമുക്കിതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വിളമ്പാൻ ഞാനിവിടെ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നുണ്ട്. ഇത് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടുന്നവരൊന്ന് ചെക്ക് ചെയ്യാം. നല്ലൊരു ഫ്രൈ ആണ്, എളുപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. പിന്നെ ഈ മുട്ട ബിരിയാണിയിലോട്ട് നല്ലൊരു കോമ്പിനേഷനുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇതും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി നല്ല ടേസ്റ്റാണ്. ഇനി കുട്ടികൾക്ക് ചിക്കൻ ഇല്ലാത്ത അതൊന്നും ഇല്ലേ ഇതാനും ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് സൈഡ് ഡിഷായിട്ട് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് എല്ലാം കൂടി നമുക്കൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം, നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കും വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി ഇപ്പോൾ നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. ഞാൻ ദമ്മ് ഒരു 5 മിനിറ്റ് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ എണ്ണ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ നമുക്കിത് ഇനി സെർവ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുട്ട ബിരിയാണി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.